ചെമ്പനിപ്പു സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ശ്രുതിയുടെ പാർലറിലേക്ക് എത്തിയ നീലിമയെ ശ്രുതി ലോക്ക് ചെയ്യുകയും സുധിയെയും അതുപോലെ തന്നെ പോലീസിനെയും വിളിച്ചു വരുത്താണ് കേട്ടോ ചെയ്യുന്നത്. ആ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഐക്കാട്ടിലും അതുപോലെ പിൻ കമന്റായിട്ടും കൊടുത്തേക്കാം കേട്ടോ. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണണേ. രേവതിയുടെ വണ്ടി പോലീസുകാര് സീസ് ചെയ്ത് കൊണ്ടുപോവാണ് കേട്ടോ ചെയ്യുന്നത്. പോലീസ് സ്റ്റേഷനിലെത്തിയിട്ട് വണ്ടി കാണാണ് രേവതി. അവിടെയുള്ള പോലീസുകാരെടുത്ത് രേവതി എന്റെ വണ്ടി ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ട് കേട്ടോ. ഇത് കേട്ട ഉടനെ തന്നെ നിന്റെ സംസാരം കേട്ടാ വിചാരിക്കല്ലോ പോലീസുകാരെന്തോ മോഷ്ടിച്ചു കൊണ്ടുവന്ന പോലെയുണ്ടല്ലോ, നോർ പാർക്കിങ്ങിൽ വെച്ചത് കൊണ്ട് വണ്ടി സീസ് ചെയ്ത് കൊണ്ടുവന്നതായിരിക്കും. മാഡം, ഞാനത് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. ഞാൻ പൂ കൊടുക്കാൻ വേണ്ടി പോയതായിരുന്നു. പൂ കൊടുത്തിട്ട് വേഗം വരാന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ ആ ചേച്ചി എന്റെ അടുത്ത് കുറച്ചു നേരം കടയിൽ നിൽക്കാൻ വേണ്ടി പറഞ്ഞു. എനിക്ക് ഒരുപാട് സ്ഥലത്ത് മാഡം പൂ കൊടുക്കാനുണ്ട്, ദയവ് ചെയ്തിട്ട് എന്റെ വണ്ടി വിട്ടു തരൂ എന്നുള്ള കാര്യം പറയുമ്പോ അങ്ങനെ എനിക്ക് നിങ്ങളുടെ വണ്ടി വിട്ടുതരാൻ വേണ്ടി പറ്റില്ല എന്നും എന്ത് ചാർജ് ഷീറ്റാ എഴുതിയിരിക്കുന്നതെന്ന് അറിയില്ല, ട്രാഫിക് എസ്ഐ പുറത്തു പോയിരിക്കുകയാണ്, ചാർജ് ഷീറ്റും കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിലാണ് ഉണ്ടാവുക, നിങ്ങൾ അവർ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറയാണേ. അപ്പോഴേക്ക് രേവതിക്ക് ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. രേവതി പറയുന്നുണ്ട്, മാഡം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്റെ ലൈസൻസും പേപ്പേഴ്സും എല്ലാം കറക്റ്റ് ആണ്, മാഡം നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് എടുത്തു കൊടുക്കുന്നുണ്ട്. വണ്ടിയിൽ ഹെൽമെറ്റും വെച്ചിട്ടുണ്ട് മാഡം, പ്ലീസ് മാഡം ദയവ് ചെയ്തിട്ട് വിട്ടു തരൂ എന്നുള്ള കാര്യം പറയുമ്പോൾ അങ്ങനെ ചുമ്മാ ഒന്നും ആരുടെ വണ്ടി എടുത്തോണ്ട് വരത്തൊന്നുമില്ല. എസ് ഐ എന്തായാലും ഉടനെ തന്നെ വരും. അവര് വരുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ട് അവരടുത്ത് സംസാരിച്ചിട്ട് വണ്ടി മേടിച്ചോളൂ. മാഡം പ്ലീസ് മാഡം, എന്റെ ഭർത്താവ് എനിക്ക് വേണ്ടിയിട്ട് പൂക്കച്ചവടത്തിന് ആദ്യമായിട്ട് മേടിച്ചു തന്ന വണ്ടിയാണ് മാഡം. ഉള്ളിൽ ഒരുപാട് പൂക്കളുണ്ട്, എല്ലാം ചീത്തയായി പോവും, എനിക്ക് ഒരുപാട് സ്ഥലത്ത് പൂ കൊടുക്കാനുള്ളതെന്നൊക്കെ പറയുന്നിട്ട് കരയാണ് കേട്ടോ രേവതി. എന്താ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നു? എസ് ഐ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് വണ്ടി കിട്ടുള്ളൂ, അവിടെ പോയി മാറി നിൽക്കുമെന്ന് പറഞ്ഞിട്ട് ആ മാഡം രേവതി പറയുന്നൊന്നും കേൾക്കാതെ ഉള്ളിലേക്ക് കയറി പോവാണ് കേട്ടോ. അങ്ങനെ രേവതി അങ്ങോട്ട് മാറി നിൽക്കാണ് കേട്ടോ. ഇപ്പൊ എന്താ ചെയ്യാ, സച്ചേട്ടനെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാലോ ഇപ്പൊ ആണ് കട എടുത്തോണ്ട് പോയത്, ഇനി വണ്ടി എടുത്തോണ്ട് പോയി എന്നുള്ള കാര്യത്തെ കുറിച്ച് കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നെ ചീത്ത വിളിക്കുമല്ലോ, എന്താ ചെയ്യേണ്ടതെന്നൊക്കെ അറിയാണ്ട് രേവതി ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുവാണ്. എസ് ഐ ആണെന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നത് നീലിമയും അതുപോലെ തന്നെ കൂടെ സുധിയും ശ്രുതിയും ഒക്കെ ഉണ്ട് കേട്ടോ. ഈ രംഗം നമ്മുടെ രേവതി കാണുന്നില്ല കേട്ടോ. നീലിമ ഉള്ളിലേക്ക് കയറി വരുന്ന സമയത്ത് പറയുന്നുണ്ട്, സർ പ്ലീസ് സർ, ഞാൻ ഇന്നസെന്റ് ആണ് എന്നുള്ള കാര്യത്തെ കുറിച്ച്. പക്ഷെ സുധി ഇത് കേൾക്കുമ്പോ തന്നെ ആര്, നീയാണോ ഇന്നസെന്റ്, നീ ഫ്രോഡാണ്. ഇതെല്ലാം കേൾക്കുമ്പോ എസ് ഐ പറയുന്നുണ്ട്, എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിൽ പോയിട്ട് സംസാരിക്കാം, വരൂ എന്ന് പറഞ്ഞിട്ട് കൂട്ടി പോവാണ്. എന്നുണ്ടെങ്കിൽ പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ, എന്ത് ചെയ്യണമെന്ന് അറിയാതെ. അതേസമയം ഉള്ളില് സുധി പറയുന്നുണ്ട് എസ് ഐയുടെ അടുത്ത്, ഫോണില് എന്തോ പ്രൂഫ് എന്തോ കാണിച്ചിട്ട് പറയുന്നുണ്ട്, സർ ജോയിന്റ് അക്കൗണ്ടിൽ ഇരുന്ന 50 ലക്ഷം രൂപ സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ട് ഇവിടുന്ന് എസ്കേപ്പ് ആയിട്ട് പോയതാണ്. ഇത് കേൾക്കുമ്പോൾ നീലിമ പറയുന്നുണ്ട്, സർ ഇവർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്റെ അക്കൗണ്ടിലേക്ക് മണി ട്രാൻസ്ഫർ ചെയ്ത് എന്നോട് ആദ്യം കാനഡയിലേക്ക് പോയിക്കോളാനും അത് കഴിഞ്ഞ് കുറച്ച് ദിവസത്തിനകം സുധി വരും എന്നുള്ള കാര്യമാണ് സർ പറഞ്ഞത്. സർ പക്ഷേ എന്നെ തന്നെ കബളിപ്പിച്ചിട്ട് അവൻ വേറൊരുത്തിയെ കല്യാണം കഴിച്ചു. ഇത് കേട്ട ഉടനെ തന്നെ സുധി പറയുന്നുണ്ട്, കള്ളമാണ് സർ പറയുന്നത്, ഞാൻ എന്തിനാ ഇവളുടെ അടുത്ത് മൊത്തം പണം കൊടുത്തിട്ട് ഇവിടെ നിൽക്കുന്നത്. സർ അത് എന്റെ അച്ഛന്റെ റിട്ടയർമെന്റ് കാശ് എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും എസ് ഐ, അപ്പോ അവരുടെ അടുത്ത് കാശ് എടുത്തിട്ട് പോവാന്നല്ലേ നീ വിചാരിച്ചത്? സർ അങ്ങനെയല്ല എന്നും എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കല്യാണം അച്ഛൻ എന്റെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടി നോക്കിയപ്പോ ആ പണം തന്നിട്ട് എന്റെ അടുത്ത് പുറത്തു പോയിട്ട് ബിസിനസ് ചെയ്തോളാൻ വേണ്ടി പറഞ്ഞതാണ്. അതിനുള്ളിൽ തന്നെ ഇവൾ എന്നെ പറ്റിച്ചിട്ട് പോയി കളഞ്ഞു. സർ ഇവൻ കള്ളം പറയാന്ന് നീലമ്മ പറയുമ്പോ ഇവൻ വിളിക്കുന്ന പരിപാടിയൊക്കെ നിർത്തിക്കോണം. നിനക്ക് നാണോ ഇല്ലേ കാശിന് വേണ്ടിയിട്ട് ഒരാളെ പറ്റിച്ചിട്ട് പോകാനെന്ന് ശ്രുതി ചോദിക്കുമ്പോ ആരാരെ പറ്റിച്ചെന്ന് ഇവനെ വിശ്വസിച്ചിട്ട് ഞാനാണ് കബളിപ്പിക്കപ്പെട്ടത്. ഇത് കേൾക്കുമ്പോ ശ്രുതി, എന്റെ പണം എടുത്തോണ്ട് പോയത് നീയാണ്. സർ ആദ്യം ഇവളെ അറസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ചോദ്യം ചെയ്യണം, എന്റെ പണം എങ്ങനെയെങ്കിലും തിരിച്ചു മേടിച്ചു തരണമെന്ന് ശ്രുതി പറയുമ്പോ, ഇല്ല സർ ഞാൻ അങ്ങനെ ആരെയും കബളിപ്പിക്കപ്പെട്ടിട്ടില്ല, എനിക്ക് ആർക്കും പണം കൊടുക്കാനും വേണ്ടി പറ്റില്ല, ഇവര് കള്ളം പറഞ്ഞിട്ട് എന്റെ അടുത്ത് പണം അടിച്ചു മാറ്റാൻ വേണ്ടി ശ്രമിക്കുകയാണ്. തുടർന്ന് ശ്രുതിയും പറയുന്നുണ്ട്, സർ ഈ പെണ്ണിന്റെ മേലാണ് തെറ്റുകൾ മൊത്തം ഉള്ളത്, ആദ്യം സർ ഇവരെ അറസ്റ്റ് ചെയ്യൂ. അങ്ങനെയൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല, ആദ്യം ചോദ്യം ചെയ്യട്ടെ എന്ന് ശ്രുതിയുടെ അടുത്ത് പറയാണ്. എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ഇവരുടെ കയ്യിൽ നിന്ന് മൊത്തം പണം നീയാണ് എടുത്തോണ്ട് പോയത്, അതുകൊണ്ട് ഉടനെ തന്നെ അവരുടെ പണം തിരിച്ചു നൽകാൻ വേണ്ടിയിട്ട് നീലിമയുടെ അടുത്ത് പറയുമ്പോ, സർ ഞാൻ ആരുടെയും പണം എടുത്തോണ്ട് പോയിട്ടില്ല, എന്തായാലും സാറിന്റെ അടുത്ത് ഇതിൽ കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമുണ്ടെന്ന് തോന്നില്ല, എന്തായാലും ഞാൻ ലോയറുടെ അടുത്ത് ബാക്കി കാര്യങ്ങൾ പറഞ്ഞോളാം. തുടർന്ന് പുറത്തിരിക്കുന്ന രേവതിയാണ് കേട്ടോ കാണിക്കുന്നത്. രേവതി ചിന്തിക്കുന്നത്, ഇത്രയും നേരമായിട്ട് പോലീസ് വന്നില്ലല്ലോ, അവര് വണ്ടി തിരികെ തരുമോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയില്ലല്ലോ, സച്ചിയേട്ടന്റെ അടുത്ത് എങ്ങനെയാ കാര്യങ്ങൾ വിളിച്ചു പറയാ. അങ്ങനെ സച്ചിയെ വിളിക്കാൻ വേണ്ടി ഫോൺ എടുക്കുമ്പോഴേക്കും സച്ചി ഇങ്ങോട്ടേക്ക് വിളിക്കാൻ കേട്ടോ. അയ്യോ സച്ചിയേട്ടൻ ഇങ്ങോട്ട് വിളിക്കുന്നുണ്ടല്ലോ, ഇവരുടെ അടുത്ത് ഞാൻ എന്താ പറയാ. സച്ചി ഫോൺ എടുത്ത ഉടനെ തന്നെ ചോദിക്കുന്നുണ്ട് കേട്ടോ, രേവതി നീ എവിടെയാണ് എന്നുള്ള കാര്യം. അതെന്താ സച്ചിയേട്ടൻ അങ്ങനെ ചോദിച്ചു എന്നുള്ള കാര്യം ചോദിക്കുമ്പോ, ഒന്നുമില്ല, ഞാൻ വീടിന്റെ അരികിൽ എത്തിയിട്ടുണ്ട്,
അടുത്തായതുകൊണ്ട് തന്നെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോവാന്ന് കരുതി, അത്രേ ഉള്ളൂ. ഞാനത് വീട്ടില് എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ഓഹോ നീ പൂ കൊടുക്കാൻ വേണ്ടി പോയതാണോ, ആയിക്കോട്ടെ നീ എപ്പോഴാ വരിക എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും എനിക്ക് എന്താ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം അറിയില്ല എന്ന് പറഞ്ഞിട്ട് രേവതി അങ്ങ് കരയാണ് കേട്ടോ. രേവതി നീ എന്തിനാ കരയുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോ സച്ചിയുടെ ഞാൻ അറിയാതെ ചെയ്തു പോയതാണ്, വേണമെന്ന് വെച്ച് ഒന്നും ചെയ്തില്ല, നീ എന്താ ചെയ്തത് എന്താന്ന് വെച്ചാ പറയുമ്പോ അത് സച്ചിയേട്ടാ ഞാൻ പൂ കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു, തിരികെ വരുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നുള്ള കാര്യം പറയുമ്പോ എന്ത് സംഭവിച്ച കാര്യമാണ് എന്താന്ന് വെച്ചാൽ പറഞ്ഞാലല്ലേ അറിയുള്ളൂ, നീ കാര്യം പറയാതെ ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യാ, നീ ആദ്യം വിഷയം എന്താന്ന് വെച്ചാ പറ. വണ്ടി എടുത്തോണ്ട് പോയിന്ന് പറയണേ. വണ്ടി എടുത്തോണ്ട് പോയിന്നോ? ആര്? വീണ്ടും കോർപ്പറേഷനുകാർ വന്ന് എടുത്തോന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഇപ്പൊ എന്താ ബൈക്കിൽ പോലും പൂ വെച്ചിട്ട് ഓടിക്കാൻ വേണ്ടി പറ്റില്ലേ? ഇല്ല, പോലീസാണ് എടുത്തോണ്ട് വന്നത്. പോലീസോ? എന്തിനു? നോ പാർക്കിങ്ങിൽ വണ്ടി പാർക്ക് ചെയ്തു എന്ന് പറയുമ്പോഴേക്കും നിന്റെ അടുത്ത് ആരാ പാർക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞെന്നുള്ള കാര്യം ചോദിച്ച് സച്ചി ചൂടാവാണ് കേട്ടോ. അല്ല സച്ചിയേട്ടാ ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല, പൂ കൊടുത്ത് വേഗം വരണമെന്ന് വിചാരിച്ചതാണെന്ന് പറഞ്ഞിട്ട് കരയുമ്പോഴേക്കും ശരി ശരി നീ കരയല്ലേ, ഞാൻ എത്ര ചോദിച്ചിട്ടും തരില്ല എന്നുള്ള കാര്യം പറഞ്ഞത്, എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. അങ്ങനെ രേവതി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് വീണ്ടും നീലിമയാണ് കേട്ടോ കാണിക്കുന്നത്. നീലിമ പറയുന്നുണ്ട് സർ ഇവര് കള്ളം പറയാണ് എന്നുള്ള കാര്യം. ഇത് കേട്ട ഉടനെ തന്നെ സുധി, കള്ളത്തില് ഡിഗ്രി എടുത്തത് നീയാണ്, നീ എന്നെ കബളിപ്പിച്ചില്ലേ, ഇവള് കാരണം പിച്ചെടുക്കേണ്ട അവസ്ഥ വരെയായി സാർ എനിക്ക്. അപ്പോഴേക്കും നമ്മുടെ നീലിമയുടെ ലോയർ അവിടേക്ക് എത്തുന്നുണ്ട് കേട്ടോ. ലോയർ വന്നിട്ട് ഞാൻ നീലിമയുടെ ലോയറാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ SI ആണെന്നുണ്ടെങ്കിൽ ലോയർ എടുത്ത് പറയുന്നുണ്ട് ഇവരുടെ കയ്യിൽ നിന്ന് 50 ലക്ഷം രൂപയെ എടുത്തോണ്ട് പോയിട്ട് കാനഡയിൽ ഇത്രയും നാള് ഒളിച്ചു കഴിയായിരുന്നു എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ലോയർ ചോദിക്കുന്നുണ്ട് ഇവരെന്തിനാണ് ഒളിച്ചു കഴിയുന്നത്, ഇവരവിടെ വലിയ ബിസിനസ് നടത്തുകയാണെന്നുള്ള കാര്യം പറയുന്നത് കേൾക്കുമ്പോഴേക്കും സുധി ഓഹോ അപ്പൊ എന്റെ കയ്യിൽ നിന്ന് അടിച്ചോണ്ട് പോയ പണവും കൊണ്ടിട്ട് അവിടെ നീ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു അല്ലേടി. തുടർന്ന് ശ്രുതി പറയുന്നുണ്ട് സർ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇവരാണ് പണം എടുത്തോണ്ട് പോയെന്നുള്ള കാര്യത്തെ കുറിച്ച്. അതിന് മറു ചോദ്യമായിട്ട് നീലിമയുടെ ലോയർ ചോദിക്കുന്നുണ്ട് അതിന് എന്ത് തെളിവാ നിങ്ങളുടെ കയ്യിലുള്ളത്, എന്റെ അക്കൗണ്ടിൽ നിന്ന് പണം അവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയി എന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും പെർമിഷൻ ഇല്ലാതെ അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ, നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും അവരുടെ അക്കൗണ്ടിലേക്ക് ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ള പ്രൊസീജിയർ ഫോമിനകത്ത് നിങ്ങൾ സൈൻ ചെയ്തിട്ടുണ്ട്, അതിന്റെ കോപ്പിയാണെന്ന് പറഞ്ഞിട്ട് ഒരു ഫോം കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കാണുന്ന സമയത്ത് ശ്രുതി ചോദിക്കുന്നുണ്ട് സുധി നീ എന്തിലെങ്കിലും സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നോ എന്നുള്ള കാര്യത്തെ കുറിച്ച്. സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇത് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു എന്ന് കരുതിയിട്ട് നീ വായിച്ചു നോക്കാതെ സൈൻ ചെയ്യോ എന്ന് ചോദിച്ചിട്ട് ശ്രുതി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ സുധിയുടെ അടുത്ത്. വീണ്ടും രേവതിയാണ് കേട്ടോ കാണിക്കുന്നത്. വണ്ടി തരില്ല എന്നുള്ള കാര്യത്തെ കുറിച്ച് ഓർത്തിട്ട് എനിക്ക് ഭയമുണ്ടെന്നുള്ള കാര്യം പറയുമ്പോ സച്ചി അതെന്തിനാ ഭയപ്പെടുന്നത്, അതെങ്ങനെ അവരെ തരാണ്ടിരിക്കുക, വണ്ടി എടുത്തോണ്ട് പോയ ആ പോലീസുകാരൻ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫൈന് കെട്ടിക്കഴിഞ്ഞാൽ വണ്ടി തിരികെ തരും. അയ്യോ സച്ചിയേട്ടാ എന്റെ കയ്യിൽ കാശ് കുറവാണ്, ആകെ 115 രൂപയുള്ളൂ എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും എന്താ രേവതി ഇത്, പുറത്തു പോകുന്ന സമയത്ത് ഒരു 500-1000 കയ്യിൽ വെക്കണം എന്നുള്ള കാര്യം നിനക്ക് അറിയില്ലേ, ആവശ്യം വരില്ല എന്നുള്ള കാര്യമാണ് ഞാൻ വിചാരിച്ചെന്ന് രേവതി പറയുമ്പോ ഇപ്പോ ആവശ്യം വന്നില്ലേ, അപ്പൊ സച്ചിയേട്ടാ കാശ് കൊടുത്തിട്ടില്ലെങ്കിൽ വണ്ടി കിട്ടില്ല എന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോ നീ ഭയപ്പെടണ്ട ഞാൻ അങ്ങോട്ടേക്ക് വരാം, ഏത് സ്റ്റേഷനാണെന്ന് ചോദിക്കുമ്പോ സ്റ്റേഷനൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ശരി നീ അവിടെ തന്നെ ഇരിക്കും ഞാൻ വരാം വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ് സച്ചി. തുടർന്ന് വീണ്ടും സുധി SIന്റെ അടുത്ത് പറയുന്നുണ്ട് സാർ അന്ന് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കുന്ന സമയത്ത് ഞാൻ സൈൻ ചെയ്ത് കൊടുത്തതാണ്, പക്ഷെ ഇവള് ചീറ്റ് ചെയ്യുന്നുള്ള കാര്യം എനിക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ സർ ഇവർ എന്തൊക്കെയോ പരസ്പരവിധമായിട്ട് പറയാണ്, ഇയാളാണ് ഫ്രോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് സുധിയെ കുറ്റപ്പെടുത്തുന്ന സമയത്ത് സുധിക്ക് അങ്ങ് ദേഷ്യം വരികയും ടേബിളിൽ ഒരൊറ്റ അടി അടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് നീയാണ് ചീറ്റ് സർ, ഇവള് പ്ലാൻ ചെയ്തിട്ടാണ് എന്നെ കബളിപ്പിച്ചിരിക്കുന്നത് സർ, ഞാൻ അവനെ ട്രൂ ആയിട്ട് ഞാൻ ലവ് ചെയ്തത്, പക്ഷെ ഇവനാണ് എന്നെ കബളിപ്പിച്ചെന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ശ്രുതിക്ക് ദേഷ്യം വരികയാണ് കേട്ടോ. നീ ചെയ്തതിന്റെ പേരാണല്ലോ ശ്രുതിയെ നീ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം പറഞ്ഞത് തന്നെ ഇവന്റെ പണം കണ്ടുകൊണ്ടല്ലേ, ഞാൻ 6 മാസം ഇവന്റെ കൂടെ ജീവിച്ചെന്നും ഒന്നായിട്ട് ഒരേ വീട്ടിൽ താമസിച്ചു, അതെല്ലാം പണത്തിന് വേണ്ടിയിട്ടാണ് എന്നും അത്രയ്ക്കും ചീപ്പായിട്ടുള്ള പെണ്ണാണ് നീ, പണത്തിന് വേണ്ടിയിട്ട് എന്ത് വൃത്തികെട്ട കാര്യം നീ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് നീലിമയ്ക്ക് നേരെ ചൂടാവാനുണ്ട് ശ്രുതി. മര്യാദയ്ക്ക് സംസാരിക്കുന്ന നീലിമ പറയുമ്പോ നിന്നെ പോലെ ഇങ്ങനത്തെ പോലത്തെ ഒരു പെണ്ണിനെ എന്തിനാ മര്യാദ കൊടുക്കുന്നത്. അങ്ങനെ ശ്രുതി ദേഷ്യപ്പെടുന്നത് കാണുമ്പോ SI പറയുന്നുണ്ട് കേട്ടോ ഇങ്ങോട്ട് മാറി നിൽക്ക്, നിങ്ങൾ രണ്ടുപേരും എന്തിനാ ഇപ്പൊ ദേഷ്യപ്പെടുന്നത്, പിന്നെ ഞാൻ എന്തിനാ ഇവിടെ ഇരിക്കുന്നേ, സാർ ഇവരുടെ കയ്യിൽ നിന്ന് സാർ എങ്ങനെങ്കിലും പണം മേടിച്ചതാ, ഇല്ലെങ്കിൽ ഇവിടെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട് സാർ, എനിക്ക് അങ്ങനെ പണം കൊടുക്കാനൊന്നും പറ്റില്ല, അവൻ എന്നെ കബളിപ്പിച്ചതിന്റെ പ്രതിഫലമാണ് ആ പണം. തുടർന്ന് നമ്മുടെ രേവതിക്ക് അരികിലേക്ക് സച്ചി അതേ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുവാണ് കേട്ടോ.
നോർ പാർക്കിങ്ങിൽ വണ്ടി നിർത്താൻ വേണ്ടി പാടില്ല എന്നുള്ള കാര്യം നിനക്ക് അറിയില്ലെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല, പെട്ടെന്ന് തന്നെ പൂ കൊടുത്ത് വരാന്നാ വിചാരിച്ചത്, പക്ഷെ അപ്പോഴേക്കും അവര് വണ്ടി എടുത്തോണ്ട് പോയിന്ന് പറഞ്ഞ് കരയാണ്. എവിടെയെങ്കിലും സൈഡിൽ കൊണ്ടുപോയി നിർത്തേണ്ട രേവതി, നിനക്ക് ഇതൊരു പണിയായി തുടങ്ങിയല്ലേ? അന്ന് ഓട്ടോ കൊണ്ടുപോയി നിർത്തിയിട്ട് നിനക്ക് ഓർമ്മയല്ലേ ഫൈൻ കെട്ടിയത്? ഇപ്പോ വീണ്ടും വണ്ടി ഇങ്ങനെ ആയില്ലേ? പോലീസ് വരുന്നുള്ള കാര്യം എനിക്ക് എങ്ങനെ അറിയാന്ന് രേവതി ചോദിക്കുമ്പോൾ പോലീസുകാർ വന്നാലും ഇല്ലെങ്കിലും നമ്മൾ എപ്പോഴും നേരായ രീതിയിലായിരിക്കും കാര്യങ്ങൾ ചെയ്യേണ്ടത്. നമ്മുടെ മേലെ തെറ്റൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പോയി സംസാരിക്കായിരുന്നു. ഇപ്പോ പോയിട്ട് കെഞ്ചി നിൽക്കണം. വണ്ടിയിൽ പൂവൊക്കെ അതുപോലെ തന്നെയാണുള്ളത്, വാടി പോവാന്ന് എനിക്ക് പേടിയുണ്ടെന്ന് രേവതി പറയുമ്പോൾ അതാണ് ഇപ്പൊ പ്രധാനപ്പെട്ട കാര്യം. വണ്ടി തരുമോ അതോ ഇനി കോർട്ടിൽ പോയിട്ട് മേടിക്കേണ്ടി വരുമോ എന്നുള്ള കാര്യം അറിയില്ല. കോർട്ടിലേക്ക് പോകേണ്ടി വരുമോ, അപ്പോ നമ്മുടെ വണ്ടി കിട്ടില്ലേ എന്ന് രേവതി ചോദിക്കുമ്പോൾ അയ്യോ നിങ്ങൾ മേടിച്ചെന്ന വണ്ടി എനിക്ക് ശരിക്കും മര്യാദയ്ക്ക് ഓരോമായിട്ട് നിർത്താൻ വേണ്ടി പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പറയുമ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട്, എന്റെ രേവതി നിങ്ങൾ മേടിച്ചെന്ന വണ്ടി തന്നെ ഇങ്ങനെ പറയല്ലേ, വാ നമുക്ക് സംസാരിച്ച് നോക്കാം എന്ന് പറഞ്ഞിട്ട് രേവതിയും കൂട്ടിയിട്ട് ഉള്ളിലേക്ക് കയറി ചെല്ലുവാണേ. അങ്ങനെ അവർ ഉള്ളിൽ കയറുമ്പോഴേക്കും അവിടെ ഒരു പോലീസുകാരനെ കാണാൻ കേട്ടോ. സച്ചി അവരുടെ അടുത്ത് പറയുന്നുണ്ട്, സർ നോർ പാർക്കിങ്ങിൽ നിർത്തി വണ്ടി എടുത്തോണ്ട് വന്നെന്ന് പറയുമ്പോൾ നോർ പാർക്കിങ്ങിൽ വണ്ടി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എടുത്തോണ്ട് വരല്ലാണ്ട് എന്താ ചെയ്യുക? സർ ഞാനല്ല സർ, എന്റെ ഭാര്യ അറിയാതെ വെച്ച് പോയതാണ്. മൊബൈൽ ഫ്ലവർ ഷോപ്പ് മാതിരി പൂവ് കൊണ്ടുപോയിട്ട് ഇങ്ങനെ കൊടുക്കുന്നതാണ്, അറിയാതെ നോ പാർക്കിങ്ങിൽ നിർത്തിപ്പോയതാന്ന് പറയുമ്പോൾ അതെങ്ങനെയാ അറിയാതെ നോ പാർക്കിങ്ങിൽ നിർത്തുക? ബോർഡ് കണ്ടാൽ അറിയില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സർ അവള് പുതുതായിട്ട് വണ്ടി ഓടിക്കാൻ വേണ്ടി തുടങ്ങിയതേ ഉള്ളൂ, മൊബൈൽ ഫ്ലവർ ഷോപ്പ് മാതിരി ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് പൂ കൊടുക്കുന്നതാണ് അവളുടെ ജോലി. അതെ സർ, ഞാൻ ആദ്യമായിട്ട് വണ്ടി ഓടിക്കാൻ വേണ്ടി തുടങ്ങിയതാണ്, സജിയേട്ടൻ എനിക്ക് വേണ്ടിയിട്ട് മേടിച്ചു തന്ന വണ്ടിയാണെന്നൊക്കെ പറയുമ്പോഴേക്കും ഒന്ന് രേവതി നിർത്ത്, ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. സർ അവൾക്ക് അറിയാതെ സംഭവിച്ചു പോയതാണ്, ദയവ് ചെയ്തിട്ട് വണ്ടി തിരികെ കൊടുക്കണമെന്ന് പറയുമ്പോൾ അതെങ്ങനെ അങ്ങനെ തരാൻ വേണ്ടി പറ്റുക എന്നുള്ള കാര്യം സച്ചിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ സർ അവള് അതിലാണ് കച്ചവടം നടത്തുന്നത്, വണ്ടി ഇല്ലെങ്കിൽ കച്ചവടമൊക്കെ നഷ്ടമായി പോകും, ഇനി എന്തായാലും സർ ആവർത്തിക്കില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും താൻ എന്താ ചെയ്യുന്നെന്നുള്ള കാര്യം ചോദിക്കുകയാണ്. സർ ഞാൻ കാർ ഡ്രൈവറാണ്, നിനക്ക് തന്നെ അറിയാലോ വണ്ടി അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ തിരികെ തരാൻ വേണ്ടി പറ്റില്ല, ഒന്നെങ്കിൽ ഫൈൻ കെട്ടണം അല്ലെങ്കിൽ കോർട്ടിൽ പോയി മേടിക്കണം എന്ന് പറയുമ്പോൾ സർ കോർട്ട് വരെ ഒന്നും പോരുത് എന്നും ഇവിടെ തന്നെ ഞങ്ങൾ ഫൈൻ കെട്ടിക്കൊള്ളാം. സർ ഞങ്ങൾ അത്ര വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, കൊള്ളയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരെ വെറുതെ വിടുന്നുണ്ടല്ലോ, പിന്നെ എന്താ സർ ഞങ്ങളെ മേലെ ഇങ്ങനെ ചെയ്യുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നീ എന്താ ഓവറായിട്ട് സംസാരിക്കുന്നത്, എന്തോ നിന്റെ സംസാരം കേട്ടാ വിചാരിക്കല്ലോ കൊള്ളത്തരൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം, ഇത് അത്ര ശരിയായിട്ട് തോന്നുന്നില്ല, എന്തായാലും നിങ്ങൾ കോർട്ടിൽ പോയിട്ട് വണ്ടി മേടിച്ചോളൂ എന്ന് പറയുമ്പോഴേക്കും അയ്യോ സാർ അങ്ങനെ പറയരുത് സാർ, പ്ലീസ് സാർ എന്ന് പറഞ്ഞിട്ട് സച്ചി അപേക്ഷിക്കാണ് കേട്ടോ. രേവതി സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും രേവതി നീ ഒന്നും മിണ്ടാതിരിക്കുന്നു പറയണേ. സർ ഇവിടെ വെച്ച് തന്നെ കാര്യങ്ങളൊക്കെ തീർക്കാൻ പറയുമ്പോൾ എനിക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല, ട്രാഫിക് എസ് ഐ വരുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. സർ പൂവൊക്കെ ഉണ്ട് വണ്ടിയിലെന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ പൂ എടുത്തോണ്ട് നിങ്ങൾ പോയിക്കോളൂ എന്ന് പറയണേ. സർ പൂ മാത്രം പോരാ വണ്ടിയും വേണമെന്നുള്ള കാര്യം രേവതി പറയുമ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എസ് ഐ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ പറയാണ് കേട്ടോ. സർ എസ് ഐ എപ്പോഴാണ് വരിക എന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോൾ ഉടനെ തന്നെ ഫോൺ ചെയ്തിട്ട് പെട്ടെന്ന് വരാൻ വേണ്ടി പറയട്ടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ രേവതി ആ ശരി സർ വേഗം തന്നെ വരാൻ വേണ്ടി പറയുമെന്ന് രേവതി പറയുമ്പോഴേക്കും സച്ചി കാലിനൊരു ചവിട്ട് കൊടുക്കാൻ കേട്ടോ, എന്താ രേവതി പറയുന്നത് എന്നുള്ള രീതിയിൽ. തുടർന്ന് പോലീസുകാരിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ രേവതിയെ. സോറി സർ അവര് വരുമ്പോ വരട്ടെ, ഞങ്ങൾ വെയിറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് സച്ചി രേവതിയും കൂട്ടി പോയിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ്. അങ്ങനെ അവര് പുറത്ത് വെയിറ്റ് ചെയ്യാണ്. തുടർന്ന് വീണ്ടും നീലിമയാണ് കേട്ടോ കാണിക്കുന്നത്. ശ്രുതി പറയുന്നുണ്ട് സർ ഞാനും കൂടി പോകാനുണ്ടെന്നെങ്കിൽ പിന്നെ ഇവളെന്തിനാ ഒറ്റയ്ക്ക് പോയെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സർ ഇവൻ കള്ളം പറയാണ്, എനിക്കാണ് ആദ്യം വിസ റെഡിയായത് അതുകൊണ്ടാണ് ഞാൻ പോയത്, അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ വരാന്നുള്ള കാര്യം പറഞ്ഞു എന്ന് പറയുമ്പോഴേക്കും ശ്രുതി നീ എന്തിനാണ് ഇങ്ങനെ കള്ളം പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എടി പോടി എന്ന് വിളിക്കുന്ന വേലയൊക്കെ നിന്റെ കയ്യിൽ വെച്ചാൽ മതി, ഞാൻ പണ്ടത്തെ നീലിമൊന്നും അല്ല എന്നുള്ള കാര്യം പറയുമ്പോൾ അതെനിക്ക് അറിയാലോ, നീ ഫ്രോഡ് ആണെന്നുള്ള കാര്യം പറയാണ് കേട്ടോ. അപ്പോഴേക്കും വക്കീല് പറയുന്നുണ്ട് ഒരു എവിഡൻസും ഇല്ലാതെ എന്റെ മാഡത്തിന് വെറുതെ ഇവരെ കുറ്റപ്പെടുത്താന്നുള്ള കാര്യം പറയുമ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എവിഡൻസ് ഒക്കെ ഞങ്ങൾ ഉണ്ടാക്കിക്കോളാം സാറ്, ഇവരെ കേസ് ഫയൽ ചെയ്തിട്ട് കോർട്ടിലേക്ക് അയച്ചോളൂ, ഞങ്ങൾ അവിടെ തെളിയിച്ചോളാം എന്നുള്ള കാര്യം ശ്രുതി പറയാണ് കേട്ടോ. തുടർന്ന് എസ് ഐ നീലിമയുടെ അടുത്ത് ചോദിക്കാണ് കേട്ടോ, നിങ്ങളെ കബളിപ്പിക്കാനാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് അവര് 50 ലക്ഷം രൂപ നിങ്ങൾക്ക് തന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സർ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിച്ചു, അതിനുള്ള പ്രതിഫലമാണ് ഈ പണം. ഇത് കേൾക്കുമ്പോൾ എസ് ഐ തന്നെ ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്താ നീലിമ നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നുള്ള കാര്യം. സർ ഒരു മിനിറ്റ്, നീലിമ വരൂ എന്ന് പറഞ്ഞിട്ട് അഡ്വക്കേറ്റ് നീലിമയെ കുറച്ച് അങ്ങോട്ട് മാറ്റി നിർത്തി സംസാരിക്കുകയാണ്. എങ്ങനെയൊന്നും സംസാരിക്കരുത് നീലിമ, നിങ്ങളുടെ ക്യാരക്ടറിന് തന്നെയാണ് സ്പോയിൽ ചെയ്യുന്നത്, തെറ്റായിട്ടുള്ള പേരാ വരുള്ളൂ, ഇത് കുറച്ച് കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട സിറ്റുവേഷൻ ആണ്, എന്തായാലും നിങ്ങൾ മിണ്ടാതിരുന്നാൽ മതി, ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. അങ്ങനെ നീലിമയെ അവിടെ നിർത്തിയിട്ട് വക്കീല് ചെന്നിട്ട് സുധീരുടെ അടുത്ത് ചോദിക്കാൻ കേട്ടോ, എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം. ഇതിൽ ഉദ്ദേശിക്കാനൊന്നുമില്ല, എനിക്ക് എന്റെ പണം വേണം, അല്ലാതെ ഈ സ്റ്റേഷൻ വിട്ടിട്ട് അവളെ പുറത്ത് പോകാൻ വേണ്ടിട്ട് ഞാൻ അനുവദിക്കില്ല. ആകെ പെട്ട അവസ്ഥയിലാവാണ് കേട്ടോ. തുടർന്ന് സച്ചിയുടെ അടുത്ത് രേവതി പറയുന്നുണ്ട് എനിക്കെന്തോ നേരെ ശരിയല്ല എന്നാ തോന്നുന്നത്,
കുറച്ച് ദിവസം മുമ്പ് കോർപ്പറേഷനുകാർ വന്നിട്ട് കടയെടുത്തോണ്ട് പോയി. ഇപ്പൊ പോലീസുകാർ വന്ന് വണ്ടി എടുത്തോണ്ട് പോയി. സ്വന്തമായിട്ടൊരു ജോലി ഇതൊന്നും എനിക്ക് ശരിയാവില്ല എന്ന് ദൈവം ആദ്യം നിശ്ചയിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം പറയുമ്പോൾ അത് ശരിയാണ്. ദൈവമാണ് നീ പാർക്ക് ചെയ്തെടുത്ത് നോ പാർക്കിംഗ് ബോർഡ് വെച്ചിട്ട് പോയത്. അവർക്ക് വേറെ ജോലിയൊന്നും ഇല്ലല്ലോ. ചുമ്മാ ഓരോന്ന് പറയണല്ലേ രേവതി എന്നുള്ള കാര്യം പറയുമ്പോൾ പിന്നെ എന്താ സച്ചേട്ടാ പറയേണ്ടത്? എനിക്ക് ഓരോരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണല്ലോ. നീ വെറുതെ ഓരോന്ന് കൽപ്പിച്ച് പറയേണ്ട രേവതി. ഈ വണ്ടി പിടിച്ചുകൊണ്ട് പോകുന്ന കാര്യങ്ങളൊക്കെ നിനക്ക് മാത്രം സംഭവിക്കുന്നതാണെന്ന് നീ കരുതിയിരിക്കുന്നത്? നീ ഇതാ അവിടെ പോയി നോക്കി നോക്ക്, വരിക്ക് വണ്ടി നിൽക്കുന്നത് കാണാം. ഇങ്ങനെ ഓരോരോ സ്റ്റേഷന്റെ മുന്നിലും നിറയെ വണ്ടി നിൽക്കുന്നുണ്ട്. ഇവരെല്ലാവരും എന്താ ദൈവമാണോ ഇങ്ങോട്ടേക്ക് അയക്കുന്നത്? വണ്ടി കൊണ്ടുപോയിട്ട് നോർ പാർക്കിങ്ങിൽ നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്. തെറ്റ് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ചുമ്മാ ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് തന്നെയാണ് ഞാനും പറയുന്നത്. തെറ്റ് എന്റേതാണ്, ഞാൻ കുറച്ചും കൂടി ശ്രദ്ധിക്കണമായിരുന്നു. വണ്ടി വാങ്ങി ഒരാഴ്ചത്തിനുള്ളിൽ തന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു, എനിക്ക് ഒരു ശ്രദ്ധയില്ല എന്നൊക്കെ പറയാണേ. അങ്ങനെയൊന്നും ചിന്തിക്കരുത് രേവതി. ഇങ്ങനെ ഓരോരോ തെറ്റുകൾ സംഭവിക്കും. വീണ്ടും ആ തെറ്റ് ആവർത്തിക്കാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ ചുമ്മാ ഇങ്ങനെ വായത്തൊന്നും പറയരുത്. എന്തായാലും SI വന്നു കഴിഞ്ഞാൽ വണ്ടി കിട്ടുന്നുള്ള കാര്യം പറഞ്ഞില്ലേ, വെയിറ്റ് ചെയ്യാന്നുള്ള കാര്യം പറയുമ്പോഴേക്കും രേവതി, ഞാൻ കാരണം സച്ചേട്ടന്റെ ഇന്നത്തെ ഒരു ദിവസം മൊത്തം പോയല്ലേ, ട്രിപ്പൊക്കെ ക്യാൻസൽ ആയില്ലെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ പോയിട്ട് ഞാൻ ട്രിപ്പിന് പോയിക്കോട്ടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആ സച്ചേട്ടൻ പോയിക്കോ, എത്ര നേരമാണെന്നുണ്ടെങ്കിലും ഞാൻ ഇവിടെ ഇരുന്നിട്ട് വണ്ടി മേടിച്ചിട്ടേ വരുള്ളൂ എന്ന് പറയുമ്പോഴേക്കും സച്ചി നിന്നെ കൊണ്ട് തോറ്റു രേവതി എന്ന് പറയാണേ. നിന്നെ വിട്ടിട്ട് ഞാൻ പോകുന്നു നീ വിചാരിച്ചോ? എനിക്ക് ട്രിപ്പാണ് മുഖ്യമെന്നാണ് നീ വിചാരിച്ചിരിക്കുന്നത്? വണ്ടി വാങ്ങിയിട്ടേ പോവുള്ളൂ, നീ വെറുതെ ടെൻഷൻ ആവാതെ ഇരിക്കും. അങ്ങനെ സച്ചി അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ആ രംഗത്തോട് കൂടിയിട്ടാണ് കേട്ടോ മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ വേണ്ടി താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യണേ.